നീ സ്ത്രീകൾക്ക് അപമാനമാണ്. എടാ മയിരെ, ഞാൻ നിന്റെ ഉണ്ണായി പിടിക്കാൻ വന്നു ഇല്ല. നീ എല്ലാ സ്ത്രീകളുടെയും കാര്യം പറയരുത്. ഏ നിന്നെ കൊണ്ട് എനിക്കാണ് ഇപ്പം അപമാനം ഉണ്ടായത്. നീ ഈ ലൈവിൽ കയറി വന്ന് ഇങ്ങനെ തോന്നിവാസം എഴുതിയത്. നിന്നെപ്പോലുള്ള നാറി ഇവിടെ ഇങ്ങനെ വന്ന് എഴുതി വെക്കുമ്പോഴേ ഞാൻ ഒരിക്കലും നിന്നെപ്പോലുള്ള വിഡ്ഢിത്തരം ഞാൻ പറയില്ല. നീ എന്ന മൈരനെ കൊണ്ട് ഇവിടെ നീ എഴുതി വെച്ച്, നീ എന്ന മൈരൻ കാരണം ഈ നാട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും അവമാനമാണ് എന്ന് നിന്റെ വൃത്തികെട്ട മനസ്സുപോലെ ഞാനിവിടെ എഴുതി വെക്കുന്നില്ല. കാരണം ഞാൻ നീയും രണ്ട് ധ്രുവങ്ങളില്ല. നിനക്ക് ബുദ്ധിയും കഴിവും ഒന്നുമില്ല. മനസ്സിലായോ? നിന്നെ പോലെയല്ലേ ഞാൻ. നിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ടോടാ? നിന്റെ മോന്തൊന്ന് നോക്ക്. കാണാൻ കൊള്ളാവോ നിന്നെ? തൊഴിഞ്ഞ ഒരു മോന്തയാ. നീ കണ്ണാടിയിൽ എടുത്തു വെച്ച് നോക്ക്, കാർക്കിച്ച് തുപ്പും. നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? പോയി തൂങ്ങിച്ചാവ്. ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. നിനക്കെന്തോ ചൊറിയുന്നോ? നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ വേണമെങ്കിൽ നീ വേറെ വല്ല പെണ്ണുങ്ങളെ അടുത്ത് പോയി നീ അവളുമാരെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെച്ചോ അവളെ കൂടെ വെച്ച് താമസിക്കുകയോ കടത്തിയോ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പറയും പോലെ ഞാൻ നിൽക്കണം. അത് എവിടുത്തെ ന്യായമാ? എനിക്ക് നിന്നൊന്നും വേണ്ട കാലമാടാ. നീ പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് എഴുതി വെച്ചേക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ള പെണ്ണ് ഏതാന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ധാരാളം പെണ്ണുങ്ങളുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് കയറി. നീ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് എഴുതി? നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നിന്നെ കാണാൻ കൊള്ളാവോ? എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ? പോയി മരിക്കടാ. നീ തൂങ്ങിച്ചാവ്. നീയൊന്നും ഇവിടെ ജീവിച്ചിരിക്കേണ്ടവനല്ല.